ഇനി വത്തിക്കാനിലേക്കാണ്. അവിടെ നമ്മുടെ പി ജെയിംസ് കുറച്ച് ദിവസമായിട്ട് തമ്പടിച്ചിരിക്കുക. നിങ്ങൾക്കറിയാലോ, ദുഃഖാചരണത്തിന് ശേഷം റോം വീണ്ടും ഉണരുകയാണ്. മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ഔദ്യോഗികമായ ചർച്ചകൾ അവിടെ സജീവമായി തുടരുന്നുവെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ. വത്തിക്കാനിൽ നിന്ന് പി ജെയിംസ് തത്സമയം. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. വത്തിക്കാനിലെ ജീവിതമൊക്കെ എങ്ങനെയാണ് ജെയിംസ്? അടിച്ചു പൊളിക്കുകയാണോ അതോ ഗുഡ് മോർണിംഗ്. ഹായ്. അടിച്ചു പൊളിക്കല്ലേ സ്കേൻ. ഇവിടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള റോമിൻ്റെ കൊളോസിയം, നമുക്കറിയാവുന്ന പോലെ പഴയ റോമ സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ, അതുപോലെ തന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അവിടെ അനൗപചാരിക ചർച്ചകൾ നടക്കുന്നു. റോം 9 ദിവസത്തെ ദുഃഖാചരണത്തിന് ശേഷം വീണ്ടും ഉണരുകയാണ് സ്കേൻ. ഒരു പ്രത്യേകതയുള്ളത്, ഇന്ന് മെയ് 1 തീയതിയാണ്. റോമിൽ കഴിഞ്ഞ 35 വർഷമായിട്ട് റോമിലെ മെയ് ദിന ആഘോഷം ഇവിടുത്തെ മേജർ ട്രേഡ് യൂണിയൻസ് വലിയ രീതിയിലാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സെൻറ്റ് ജോൺ ബസിലിക്കയുടെ അടുത്തുള്ള ലാറ്ററൻ ബസിലിക്കയുടെ അടുത്ത് 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന കൺസേർട്ട് മ്യൂസിക് ഫെസ്റ്റിവലുണ്ട്. അത് ഒരു മെയ് ദിനത്തിൻ്റെ, തൊഴിലാളി ദിനത്തിൻ്റെ ആചരണവും ആഘോഷവുമായിട്ടാണ് നടക്കുന്നത്. ഏതാണ്ട് ഉച്ച കഴിഞ്ഞാൽ, ഇവിടുത്തെ സമയം ഉച്ച കഴിഞ്ഞാൽ ആരംഭിക്കും. ഒരുപക്ഷെ അവിടെ വൈകുന്നേരമായിരിക്കും. അപ്പം ഇന്ത്യൻ സമയം രാത്രിയിൽ ഇറ്റലിയിൽ വലിയ ആഘോഷമാണ് മെയ് ദിനത്തിൻ്റെ. അതിനിടയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇവിടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള അനൗദ്യോഗിക ചർച്ചകൾ നടക്കുന്നത്. യൂറോപ്യൻ മാധ്യമങ്ങൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സൂക്ഷിച്ചിരുന്ന സീക്രസി, രഹസ്യ സ്വഭാവം കൈവിട്ടു പോകുന്നു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് പല ഗ്രൂപ്പുകളായിട്ട് നിന്ന് വാദിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ വരുന്നു. നേരത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇടപെട്ടു എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് വന്നത്. പല പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ വരുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോകമെമ്പാടും വലിയ സ്വാധീനമുണ്ടായ സാഹചര്യത്തിൽ, അതുപോലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ, ഉക്രൈൻ യുദ്ധത്തിലൊക്കെ നേരിട്ട് ഇടപെട്ട് സംസാരിക്കുന്ന മാർപ്പാപ്പ ഒരുപക്ഷെ രാഷ്ട്രീയമായ നിലപാടെടുക്കുന്ന ഒരാളായി മാറി എന്നുള്ള ഒരു ചിന്തയിൽ കൂടിയാണ് പല രാജ്യങ്ങളും, വെസ്റ്റേൺ വേൾഡ് പ്രത്യേകിച്ച്, മൈഗ്രേഷൻ സംബന്ധിച്ച്, അഭയാർത്ഥികളെ യൂറോപ്പിൽ പ്രവേശിപ്പിക്കുന്നത് സംബന്ധിച്ച് യൂറോപ്പിലെ ചില രാജ്യങ്ങൾക്കൊക്കെ ഘടകവിരുദ്ധമായ നിലപാടാണ് മാർപ്പാപ്പ എടുത്തിരുന്നത്. ഇറ്റലിയിലേക്ക് പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ കടന്നു വരട്ടെ, അവരെന്തിനു തടയണം എന്നുള്ള ചോദ്യമാണ് ഉയർത്തിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആ തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത് SKN. അപ്പോൾ മെയ് ദിനത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കും, ദുഃഖാചരണത്തിന് ഇത് മാറുന്നു. അതുപോലെ തന്നെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ, അതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏഷ്യയിൽ നിന്ന് ആദ്യത്തെ പോപ്പ് വരുമോ എന്നുള്ള ചോദ്യം ഉയർന്നിട്ടുണ്ട്. അത് ഫിലിപ്പീനോ ആയിട്ടുള്ള ആൻ്റോണിയോ ലൂയിസ് ടാഗ്ലയുടെ പേരിനാണ് ഇവിടെ വലിയ തരത്തിലുള്ള ചർച്ചയുള്ളത്. പക്ഷേ സാധാരണ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്ന പേരുകൾ അവസാനം മുന്നോട്ട്, എന്താ പറയുക, പോപ്പായി തിരഞ്ഞെടുക്കപ്പെടാറില്ല എന്നുള്ള വാദവുമുണ്ട്. കാരണം 2 ഫാക്ഷനായിട്ട് വരുമ്പോൾ മൂന്നാമതൊരാൾ, ആരും അറിയാത്തൊരാൾ ഉയർന്നു വരുന്നു. അങ്ങനെയാണ് ജോൺ പോൾ 2 മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒക്കെ മാർപ്പാപ്പമാരായി വന്നത്. 2 ചേരികളായിട്ട് നിന്ന് ഇത് ചെയ്യുമ്പോൾ ഇതിൽ കൺസർവേറ്റീവ് ലോബി എന്ന് പറയുന്നവർ, അവർ പറയുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വേൾഡ് കാര്യങ്ങളിൽ ഇടപെട്ട് ഒരുപക്ഷെ ഒരു ഏകാധിപതിയുടെ സ്വഭാവമൊക്കെ രൂപീകരിച്ചു എന്നുള്ള തരത്തിൽ യാഥാസ്ഥിക വിഭാഗം പറയുന്നുണ്ട്. പക്ഷേ 108 കർദിനാളന്മാർ, അത് 135 പേരിൽ 108 കർദിനാളന്മാരെയും നിയമിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാടും ഒക്കെയുള്ള ആൾക്കാരായിരിക്കും പോപ്പായി വരിക എന്നുള്ളൊരു ചർച്ചയാണ് പൊതുവേ ഉള്ളത്. ഇവിടെ റോമിൽ SKN ഇവിടെ ബെറ്റ് വയ്ക്കുന്നതിൽ വളരെ ഇതായിട്ടുള്ള ആൾക്കാരാണ്. അവർ ഇവിടെ സാധാരണ സോക്കർ, ഫുട്ബോളിലാണ് ബെറ്റ് വയ്ക്കാറുള്ളത്. മാർപ്പാപ്പ ആരെ ആയിരിക്കും എന്നതിനെ ചൊല്ലി പലയിടത്തും ടാക്സി ഡ്രൈവർമാർക്കിടയിലൊക്കെ ചർച്ചകൾ നടക്കുകയാണ് SKN.